ഇങ്ങോട്ടിട്ടോ. Good morning. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓഡിബിൾ ആണോ? Yes. സ്ക്രീൻ വിസിബിൾ ആണോ? No. 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 Wait, just a minute. ഇപ്പോ സ്ക്രീൻ വിസിബിൾ ആണോ? Okay. ഓക്കെ. സോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റർ ആയിരുന്നു. സോ അതൊക്കെ ഓർമ്മയുണ്ടോ? എന്താണ് അവസ്ഥ? എന്താണ്? എനിക്ക് ചാറ്റ് കാണുന്നില്ലല്ലോ. നിങ്ങൾ മെസ്സേജ് ലൈക്ക് ചാറ്റ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ചാറ്റ് കാണാനേ പറ്റുന്നില്ല. ഹലോ, ചാറ്റ് അയക്കുന്നുണ്ട് മാം. അയക്കുന്നുണ്ടല്ലേ? എനിക്ക് കാണാൻ പറ്റാത്തതാണ്. 1 minute.
കാണുന്നുണ്ടോ? ഓക്കെ 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 താങ്ക് യു. നമുക്കതിന് അമീന ലാപ്പ് ഇത് പഠിക്കണ്ടോ? പഠിക്കാനായി നിങ്ങൾ മൈക്ക് ഒന്ന് മ്യൂട്ട് ആക്കണേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റർ ആയിരുന്നു. അപ്പൊ അതിലെ ചെറിയ ഒരു പോർഷനും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? സോ ഹസാർഡ്സ് ഏതൊക്കെയാണ് നമ്മൾ ഹസാർഡ്സ് ആയിട്ട് പറഞ്ഞിരുന്നത്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ ഹസാർഡ് എന്തായിരുന്നു, ഡിസാസ്റ്റർ എന്തായിരുന്നു എന്നുള്ളതൊക്കെ? എനിവൺ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല? യാ, എർത്ത് കേക്ക്, വോൾക്കാനോ, ഓക്കെ, സ്റ്റോം, ഓക്കെ. ഹസാർഡ് എന്തായിരുന്നു അപ്പോ? ഒരു എന്താണ്, ഒരു ഇവന്റ്, ഒരു പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇവന്റിനെയാണ് നമ്മൾ ഹസാർഡ്സ് എന്ന് പറഞ്ഞത്. അതുപോലെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ഇവന്റ് ആണ്. അതായത് ഒരു ഹസാർഡ് ആണ് ഇവഞ്ച്വലി എന്ത് ഡിസാസ്റ്റർ ആയി മാറുന്നത്. ഇഫ് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് എ ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് എ ഡിസാസ്റ്റർ. ഓക്കെ, അതൊരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ എൻവയോൺമെന്റിനെ എല്ലാം എഫക്ട് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആണ്. നമ്മൾ ഒത്തിരി ടൈപ്പ് ഓഫ് ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ ക്ലാസിഫൈ ചെയ്തു അല്ലേ? നാച്ചുറൽ, പിന്നെ ഏതൊക്കെയായിരുന്നു? മാൻമെയ്ഡിൽ തന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? ടെക്നിക്കൽ പറഞ്ഞിരുന്നു, ഇൻഡസ്ട്രിയൽ ഹസാർഡ് പറഞ്ഞിരുന്നു, പിന്നെയോ ബയോളജിക്കൽ ഹസാർഡ് പറഞ്ഞിരുന്നു. യെസ്, പിന്നെ നാച്ചുറൽ ഹസാർഡ്സിൽ തന്നെ നമ്മൾ മെറ്ററോളജിക്കൽ ഹസാർഡ്, അതായത് വെതർ ഫിനോമിൻ വഴി വരുന്നത്, പിന്നെ ഹൈഡ്രോളജിക്കൽ, പിന്നെ ജിയോളജിക്കൽ ഹസാർഡ്സ്, അങ്ങനെ കുറച്ചധികം ഹസാർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? സോ അതില് നമ്മൾ മേജർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു ഡിസാസ്റ്റർ ആയിരുന്നു എർത്ത് ക്വേക്ക് എന്നുള്ളത്. സോ എർത്ത് ക്വേക്ക് എന്തായിരുന്നു? സഡൻ ഷേക്കിംഗ് ഓഫ് ദ എർത്ത് സർഫസ് ആണ് നമ്മൾ എർത്ത് ക്വേക്ക് ആയിട്ട് പറഞ്ഞത്. സോ എർത്ത് ക്വേക്ക് ഉണ്ടാവാനായിട്ടുള്ള റീസൺസ് അഥവാ കോസസ് ഓഫ് എർത്ത് ക്വേക്ക് ഏതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ഓർക്കുന്നോ? കോസസ് ഓഫ് എർത്ത് ക്വേക്ക്, ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ്സ്, യെസ്. പിന്നെ വോൾക്കാനിക് ഇറപ്ഷൻ, അതൊക്കെയാണ് നാച്ചുറൽ ആയിട്ട് എർത്ത് ക്വേക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ മാൻമെയ്ഡ് ആയിട്ട് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് കോസസ് ആണ് നമ്മുടെ ഈ മൈനിങ്, ഡാം കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റസ് എല്ലാം ചെയ്യുമ്പോൾ എർത്ത് ക്വേക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ 3 ടെർമിനോളജീസ് പറഞ്ഞിരുന്നു: ഫോക്കസ്, എപ്പി സെന്റർ, ഫോൾട്ട്. ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് ക്വേക്കിന്റെ ആ ഒറിജിനേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ദ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി ഒറിജിൻ പോയിന്റിന്റെ നേരെ മേളിലുള്ള പോയിന്റ് ആണ് എന്ത്? എപ്പി സെന്റർ. ഓർമ്മയുണ്ടോ? അതായത് സപ്പോസ് ഇതാണ് നമ്മുടെ ഒരു ലിത്തോസ്ഫിയർ എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെയാണ് എർത്ത് ക്വേക്ക് ഒറിജിൻ ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മുടെ ഫോക്കസ് ആണ്. ഇതിന് നേരെ മുകളിലുള്ള ഈ പോയിന്റ് ആണ് നമ്മുടെ എപ്പി സെന്റർ എന്ന് പറയുന്നത്. സോ എപ്പി സെന്ററിന്റെ പ്രത്യേകത എന്താണ്? ഈ ഏരിയയിലായിരിക്കും മാക്സിമം ഇന്റൻസിറ്റിയിൽ എർത്ത് ക്വേക്കിന്റെ ആ ഒരു എന്താണ് എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെ, ലാർജസ്റ്റ് ഡിസ്ട്രക്ഷൻ എല്ലാം ഉണ്ടാവുക ഈ ഒരു ഏരിയയിലായിരിക്കും, എപ്പി സെന്റർ റീജിയൻ ആയിരിക്കും. പിന്നെ ഫോൾട്ട് എന്ന് പറഞ്ഞു, അതായത് ക്രസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിള്ളലൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനെ അല്ലെങ്കിൽ അതന്നെ ക്രാക്ക്, അതിനെയാണ് നമ്മൾ ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ?
പിന്നെ അത് അതിന്റെ പിക്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞതാണ് വേവ്സിനെ കുറിച്ച്, ടൈപ്സ് ഓഫ് വേവ്സ്. എർത്ത് ക്വേക്കിന്റെ ടൈമിൽ എനർജി റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേവ്സ് ആണ്. 2 ടൈപ്പ് വേവ്സ് പറഞ്ഞിരുന്നു. ഒന്ന് ബോഡി വേവ്സ്, പിന്നെ ഒന്ന് സർഫസ് വേവ്സ്. ബോഡി വേവ്സിൽ തന്നെ അഗെയിൻ ഇറ്റ് ഈസ് പി വേവ്സ് ആൻഡ് എസ് വേവ്സ്. പി വേവ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറി വേവ്സ്, എസ് വേവ്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി വേവ്സ്. സോ ഒരു എർത്ത് ക്വേക്ക് സംഭവിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഡിറ്റക്ട് ചെയ്യുന്ന വേവ് ഏതാണ്? ഏത് വേവ് ആണ്? യെസ്, പ്രൈമറി വേവ് ആണ് അല്ലെ? യെസ്, പ്രൈമറി വേവ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന വേവ്. പിന്നെ സർഫസ് വേവ് എന്ന് പറയുമ്പോൾ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് റേലിക് വേവ്സും ലവ് വേവ്സും. ഓക്കെ, സോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു, അടുത്തത് ഏതായിരിക്കും ഒരു മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റർ? എർത്ത് ക്വേക്ക് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ഒത്തിരിയധികം ഡിസാസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? യെസ്, വോൾക്കാനോ ഉണ്ട്. പിന്നെ എർത്ത് ക്വേക്കുമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന, യെസ്, സുനാമി. കറക്റ്റ്, സുനാമിയാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനു മുൻപായിട്ട് ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയില് എർത്ത് ക്വേക്ക് പ്രോൺസിന്റെ ഈ ഹസാർഡ് മിറ്റിഗേഷന്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ലൈക്ക് ഫസ്റ്റ് വൺ, ഹസാർഡ് ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നെ റിസ്ക് ആൻഡ് വൾണറബിലിറ്റി അസസ്മെന്റ് നടത്തുന്നു. പിന്നെ നമ്മൾ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജീസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പിന്നെ ഇവാലുവേഷൻ ആൻഡ് കണ്ടിന്യൂസ് മോണിറ്ററിങ് നടത്തുന്നു. സോ ആ ഒരു സ്റ്റെപ്സ് ഒക്കെ ഓർത്തിരിക്കണേ. സോ നെക്സ്റ്റ് നമ്മൾ ഇന്ത്യയിലെ എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ സെസമിക് സോൺസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് 4 സെസമിക് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് സോൺ 5, അത് ഏറ്റവും കൂടുതൽ എർത്ത് ക്വേക്കിന് എന്താണ് വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് സോൺ 5 വരിക. അതായത് നമ്മുടെ മേജർ സിറ്റീസ് വരുമ്പോൾ ഗുവാഹത്തി, ശ്രീനഗർ, പാർട്സ് ഓഫ് ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, റൺ ഓഫ് കച്ചിൻ, ഗുജറാത്ത്, ആ ഒരു ഏരിയക്കാണ് സോൺ 5 വരിക. അവിടെ ആയിരിക്കും ഏറ്റവും എന്താണ് എർത്ത് ക്വേക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ള ഏരിയ. മീൻസ് ദാറ്റ് ഈസ് വൾണറബിൾ ടു എർത്ത് ക്വേക്ക്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സോൺ 4 ആണ്. സോൺ 4 എന്ന് പറയുമ്പോൾ സോൺ 5-നേക്കാളും കുറച്ചും കൂടെ താഴെ, ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് എർത്ത് ക്വേക്ക് വരാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ള റീജിയൻസ് ആണ് സോൺ 4 വരിക. അതിൽ മേജർ സിറ്റീസ് ആണ് നമ്മുടെ ഡൽഹി, അമൃത്സർ, പട്ന, ഡെറാഡൂൺ, ചണ്ഡീഗഡ് ഒക്കെ വരാം. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് സോൺ 3 ആണ്. അവിടെ മോഡറേറ്റ് റിസ്ക് സോൺ ഉള്ള റീജിയൻ ആണ്. മേജർ സിറ്റീസ് ആണ് നമ്മുടെ മുംബൈ, ചെന്നൈ, അഹമ്മദാബാദ്, ഭുവനേശ്വർ, കാൺപൂർ, വാരണാസി പോലുള്ള റീജിയൻസ് ഒക്കെ. പിന്നെ സോൺ 2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലോ റിസ്ക് സോൺ ആണ്. അതിൽ മേജർ സിറ്റീസ് ആണ് നമ്മുടെ ബംഗളൂരു ഒക്കെ വരുന്നത്. പിന്നെ ഓക്കെ, ഇതാണ് നമ്മൾ മേജർ ആയിട്ട് പറയുന്ന 4 സോൺസ്. സോ ഈ മാപ്പിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ റെഡ് കളറിൽ എന്താണ് മാർക്ക് ചെയ്തിട്ടുള്ള റീജിയൻസ് ആണ് ഏറ്റവും കൂടുതൽ സെസമിക് ആക്ടിവിറ്റി കണ്ടുവരുന്ന റീജിയൻസ് ആണ് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഒരു സ്ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ് സോൺ 4 വരിക. യെല്ലോ കളർ റീജിയൻസ് ആണ് നമ്മുടെ സോൺ 3 വരിക, അഥവാ മോഡറേറ്റ് സെസമിക് സോൺ. സോ നമ്മുടെ കേരളം ഒക്കെ ഏതിലെ വരുന്നത്? സോൺസ് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ, കാണിക്കാം. സോ നമ്മുടെ കേരളമൊക്കെ സോൺ 3 മോഡറേറ്റ് സെസമിക് സോണിലല്ലേ വരിക. പിന്നെ ലീസ്റ്റ് ആക്റ്റീവ് സെസമിക് സോൺ ആണ് സോൺ 2 വരിക. ഓക്കെ, സോൺ ഏതൊക്കെയാണെന്നൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. 4 സോൺ ആണ് പറയുന്നത്. ഒന്ന് സോൺ 5. അവൈലബിൾ ആവുമോ? എന്താടാ കേട്ടില്ല? ഈ PPT കിട്ടുമോ ഞങ്ങൾക്ക്? ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇപ്പൊ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. PPT അവൈലബിൾ ആവാൻ സാധ്യത കുറവാണ്. സോൺ 5 വെരി ഹൈ റിസ്ക് സോൺ വരുന്നു. പിന്നെ നെക്സ്റ്റ് വൺ ഏതാണ്? സോൺ 4, കുറച്ചും കൂടെ റിസ്ക് കുറഞ്ഞ് എന്നാൽ അത്യാവശ്യം ഡാമേജ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്താണ് ചാൻസസ് ഉള്ള എർത്ത് സംഭവിക്കുന്ന സോണാണ് സോൺ 4 വരിക. നെക്സ്റ്റ് സോൺ 3 മോഡറേറ്റ് റിസ്ക് സോൺ പറയും നമ്മള്. മേജർ സിറ്റീസ് മുംബൈ, ചെന്നൈ, അഹമ്മദാബാദ് പോലുള്ളത്. പിന്നെ സോൺ 2
ഏറ്റവും കുറവ് ലോ റിസ്ക് സോൺ ആണ്. ലീസ്റ്റ് സിസ്മിക് റിസ്ക് ആയിട്ടുള്ള ഏരിയാസ് ആണ് സോൺ 2 വരിക. ഓക്കെ, സോ അതൊക്കെയാണ് മേജർ എർത്ത് ക്വേക്ക് സോൺസ് ഇന്ത്യയിലെ. ക്ലിയർ അല്ലേ? സോൺ 3 ഒന്നുകൂടി കാണിക്കാവോ? ഓക്കെ, സോൺ 3 മോഡറേറ്റ് റിസ്ക് സോൺ. ഓക്കെ, സോൺ 5 കാണിക്കാം. ഇതാണ് സോൺ 5. ക്ലിയർ അല്ലേ? സോൺ 5, സോൺ 4, സോൺ 3, സോൺ 2 ഒക്കെ. ഓക്കെ, സോ ഇത് കുറച്ച് മേജർ എർത്ത് ക്വേക്സ് കുറച്ചൊരു ഫ്ലോ ചാർട്ടാണ്. അതായത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ഒരു 8 അല്ലെങ്കിൽ അത്യാവശ്യം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജസ് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് എർത്ത് ക്വേക്സിന്റെ കഥകൾ പറയുന്നതാണ് ഈ ഒരു ഇത്. 1934 ഒരു 8.1 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു എർത്ത് ക്വേക്ക് ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സുനാമി. സോ കമ്പാരിറ്റീവ് ടു എർത്ത് ക്വേക്ക്, സുനാമി അത്ര ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. എർത്ത് ക്വേക്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് നമ്മൾ വേവ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, ആ വേവ്സിന്റെ കഥയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സോൺസ് അത്യാവശ്യം ഒന്ന് ഓർത്തിരിക്കുക. അതൊക്കെയാണ് എർത്ത് ക്വേക്കിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി സുനാമി നമുക്ക് നോക്കാം. എന്താണ് സുനാമി? ഒരു സഡൻ ഒരു ലാർജ് വോളിയം ഓഫ് വാട്ടറിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലേ സുനാമി. പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ആ ഒരു ഒരു ഇവന്റ്. സോ സുനാമി ഉണ്ടാവാനായിട്ടുള്ള കോസസ് എന്തൊക്കെയാണ്? കാരണം എന്താണ്? സോൺ 1 കാണിക്കാട്ടോടാ. ഈ പോർഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, സോ സുനാമിയുടെ കോസസ് എന്തൊക്കെയാണ്? ഈ ക്ലാസ് ഒക്കെ നേരത്തെ ആപ്പിൽ അവൈലബിൾ ആണോ? ഈ ക്ലാസ്സസോ? ആടാ, ഈ പോർഷൻസ് ഒക്കെ ആപ്പിൽ ഉണ്ടാവുമല്ലോ. സുനാമി പറയൂ, എന്തൊക്കെയാണ് കോസസ് ഓഫ് സുനാമി? പ്ലേറ്റ് ചേഞ്ച് പ്രഷർ, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ്, അണ്ടർ വാട്ടർ അല്ലെങ്കിൽ അണ്ടർ സീ എർത്ത് ക്വേക്സ്, ലാൻഡ് സ്ലൈഡ്സ്, ഇതൊക്കെയാണ് സുനാമിക്ക് മേജർ ആയിട്ടുള്ള കോസസ് പറയാം. പിന്നെ സുനാമി വഴി ഉണ്ടാകുന്ന മേജർ ഇമ്പാക്ട്സ് ആണ് ഫ്ലഡിങ്, പിന്നെ അതായത് പെട്ടെന്ന് തന്നെ മുന്നറിയിപ്പൊന്നുമില്ല, അലേർട്ടിങ് അല്ലെങ്കിൽ വാർണിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് സുനാമി വരുമ്പോൾ ഇറ്റ് വിൽ കോസ് എ ഹ്യൂജ് ഡിസ്ട്രക്ഷൻ. സോ അവിടെയുള്ള ആൾക്കാരെയും അവരുടെ സ്വത്തിനെയും ജീവഹാനിയും എല്ലാത്തിനെയും ഇറ്റ് വിൽ ഇമ്പാക്ട്. സോ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് ലോസും അവിടെ ഉണ്ടാക്കും അല്ലെ. അതൊക്കെയാണ് സുനാമി പറയുന്നത്. സോ ഇത് ഒരു സുനാമി ഉണ്ടാവുന്നതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. സോ നത്തിങ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതായത് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ സപ്പോസ് ഇതാണ് നമ്മുടെ എർത്ത് ക്വേക്കിന്റെ ഒറിജിൻ റീജിയൻ എന്ന് വിചാരിക്കാം. സോ ഇവിടെ ഒറിജിൻ റീജിയനിൽ നമ്മുടെ വേവ്സ് ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഷോർ റീജിയൻ, ഇതാണ് നമ്മുടെ ഷോർ റീജിയൻ. ഷോർ റീജിയനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വേവ്സ് കുറച്ചും കൂടെ അടുത്തടുത്ത് വരും. വിച്ച് മീൻസ് അതിന്റെ ഹൈറ്റ് ഭയങ്കര കൂടുതലായിട്ട് വരും. അത് വേവ്സ് എല്ലാം ഷോർ റീജിയനിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കംപ്രസ്ഡ് ആയിട്ട് ആ വേവ്സിന്റെ ഹൈറ്റ് കൂടി വരും. ഓക്കെ, ഷോർ റീജിയനിലേക്ക് വരുമ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മാം ഒരു മിനിറ്റ്. ചോദിച്ചു. അതല്ല, ഇപ്പൊ ആരോ ചോദിച്ചല്ലോ അതില് വീഡിയോ ക്ലാസ് കിട്ടുമെന്ന്. എന്നുള്ളതില് ദീക്ഷ ക്ലാസ്സിലുണ്ട്, സാറിന്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ആൾക്ക് വേണ്ടിട്ട് പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു. 177 എവിടെയാണ് വീഡിയോ ലെസൺ എന്നുള്ളതില് 177 വീഡിയോ ലെസൺ എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഇല്ലേ, റോലും മറ്റേലൊക്കെ ഉണ്ട്. ജൂണത്തെ ക്ലാസ്സിലും ഉണ്ട്. പേപ്പർ 1 വീഡിയോ ലെസൺസിലാണോ? വീഡിയോ ലെസൺസിലുണ്ട്. അതില് കണ്ടു. ഇത് അതിലൊരു 170 അങ്ങനെ എത്രയുള്ള ഒരു വീഡിയോ ലെസൺ ഉണ്ട്. അതിലുണ്ട്. സ്ലൈഡിലാണോ?
177 വീഡിയോസ് ഉണ്ട്. 170 കുറെ അത്ര ഒരു 15 വീഡിയോസ് ഒക്കെ അല്ലേ ഉള്ളൂ അപ്ഡേറ്റഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട്. പ്രോലല്ല. അതിലല്ല, പ്രോലുണ്ട്. പ്രോല് ലാസ്റ്റ് ഉണ്ട്. അത് ഇതൊക്കെ വീഡിയോസ് അല്ലേ? അതൊന്ന് തപ്പിയിട്ടുണ്ട്, സംഭവം ഉണ്ട്. ഈ പുതിയ അപ്ഡേഷൻ ആണോ? അല്ലല്ലോ. അല്ലല്ല, പുതിയ അപ്ഡേഷൻ അല്ല തോന്നുന്നു. പക്ഷെ ഇപ്പൊ ഈ മാം പറയുന്ന ഈ സംഭവങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. നാച്ചുറൽ മെറ്റീരിയൽ ഉണ്ടാവൂല, വീഡിയോ അല്ലേ, മെറ്റീരിയൽ ഇല്ലല്ലോ. സ്റ്റഡി മെറ്റീരിയൽ ഇല്ല, ഒക്കെ വീഡിയോസ് ആക്കി കൊണ്ടാണ്. ഉണ്ട്, ക്ലാസ് ഉണ്ട്. PDF മെറ്റീരിയൽ ആയിട്ട് ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സുനാമി വാർണിംഗ് ആൻഡ് മിറ്റിഗേഷൻ ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ ഏർലി വാർണിംഗ് സിസ്റ്റംസ് വേണം. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരിക്കണം. സോ അതായത് പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ മോക്ക് ഡ്രിൽസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് സപ്പോസ് അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ, ലൈക്ക് ഒരു സുനാമി വന്നു കഴിയുമ്പോൾ എങ്ങനെ നമ്മൾ അതിനെ നേരിടണം, എങ്ങനെ നമ്മൾ റീഹാബിലിറ്റേഷൻ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ നമുക്ക് ഒരു മോക്ക് ഡ്രില്ലിലൂടെ പബ്ലിക്കിനെ അവെയർ ആക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഗവൺമെന്റ് റോളാണ് നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഫോർമേഷൻ. അത് 2005 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വഴി ഫോം ചെയ്തിട്ടുള്ളതാണ്. 2005 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നത്. ഓക്കെ, ആ ഡേറ്റ് ഒന്ന് ഓർത്തിരുന്നോളൂ, 2005. ഓക്കെ, പിന്നെ ഇവാക്യുവേഷൻ റൂട്ട്സ്, പിന്നെ ഷെൽട്ടേഴ്സ്, അതൊക്കെ പ്രിപ്പയർ ചെയ്യുക. സോ അതൊക്കെയാണ് മെയിൻ ആയിട്ട് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അത്ര നിങ്ങൾ കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോണ്ട് ഇനി നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയതാണോ എന്ന് എനിക്ക് അറിയില്ല. അത് എളുപ്പമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നെക്സ്റ്റ് ഇസ് എനർജി റിസോഴ്സസ് ആണ്. സോ എനർജി റിസോഴ്സസിൽ നമ്മൾ മെയിൻ ആയിട്ട് 2 രീതിയിലുള്ള എനർജി റിസോഴ്സസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? 2 types of energy resources നമ്മൾ പറയുന്നത്. റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ ആൻഡ് Yes, exactly. Renewable energy and non-renewable energy resources. So renewable energy എന്ന് പറയുന്നത് എന്താണ്? സോ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ എടുക്കുന്നതാണ് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സസ്, വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ ബി റിന്യൂവബിൾ, അഥവാ എന്താണ്, റീപ്ലെനിഷ് ചെയ്യാൻ പറ്റുന്ന എനർജി റിസോഴ്സസിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ഏതൊക്കെയാ വരാ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്? Examples of renewable energy resources. ഹൈഡ്രോ, Yes, solar, sunlight, പിന്നെ geothermal, wind, tide, water, ബയോമാസ്, ഇതെല്ലാമാണ് റിന്യൂവബിൾ എനർജി റിസോഴ്സസിൽ വരിക. അതായത് ഈ എനർജീസ് ഒന്നും ഒരിക്കലും എക്സോസ്റ്റ് ആയി പോകുന്നില്ല. നമുക്ക് കോൺസ്റ്റന്റ്ലി ഇത് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, 1 minute. സോ റിന്യൂവബിൾ എനർജിയിൽ സോളാർ എനർജി എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? സോളാർ എനർജി എന്ന് കേൾക്കുമ്പോൾ തന്നെ സൺ. സൺ. ഇറ്റ്സ് എ എനർജി ഫ്രം സൺ ആണല്ലേ സോളാർ എനർജി. സോ സോളാർ എനർജി വെച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്ത് കണ്ടുവരുന്ന ഒരു ഫീൽഡ് എന്താണ് അറിയോ? ലൈക്ക് എങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സോളാർ എനർജിനെ ഹാർനസ് ചെയ്യുന്നത്? യെസ്, സോളാർ പാനൽസ് ആണല്ലേ. യെസ്, എക്സാക്ട്ലി. സോളാർ പാനൽസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട്. അങ്ങനെ ഒത്തിരി സോളാർ എനർജി യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോ പല രീതിയിൽ നമുക്കതിനെ ഹാർനസ് ചെയ്യാൻ പറ്റും. ഇപ്പോ ചില സ്ഥലങ്ങളിൽ സോളാർ എനർജി വെച്ചിട്ട് സോളാർ കുക്കിംഗ് വരെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് സോളാർ എനർജിനെ പല രീതിയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോ വോൾട്ടേക് സിസ്റ്റമും അതുപോലെ തന്നെ പിന്നെ എന്താണ് സോളാർ തെർമൽ സിസ്റ്റംസ് ആണ്. ഫോട്ടോ വോൾട്ടേക് സിസ്റ്റം എന്ന് പറയുന്നത്
എന്താണ് സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോളാർ പാനൽസിൽ സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഫോട്ടോവോൾട്ടിക് സിസ്റ്റം. ഇനി സോളാർ തേർമൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിനെ നമ്മൾ വാട്ടർ, അതായത് തേർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന, സോറി അവിടെ ഒരു വേർഡ് മിസ് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമ്മൾ സൺലൈറ്റിനെ എന്താണ് ഹീറ്റ് സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ തേർമൽ സിസ്റ്റം, അഥവാ നമ്മൾ എന്താണ് ഹീറ്റ് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് തേർമൽ സിസ്റ്റത്തിൽ പറയാം. അതായത് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റർ പോലുള്ള സംഗതി. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ. ഇത് നമ്മുടെ ഒരു സോളാർ പാനല്, സൺലൈറ്റിന്റെ എനർജി നമ്മൾ യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി സോളാർ എനർജിയിൽ നമ്മൾ പറയുമ്പോൾ സോളാർ പാനലിന്റെ കുറച്ച് ടെർമിനോളജീസ് നമ്മൾ അറിയണം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് സോളാർ സെല്ല്, പിന്നെ സോളാർ മോഡ്യൂള്, പിന്നെ സോളാർ അറേ. ഓക്കെ, സോളാർ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോട്ടോവോൾട്ടിക് സെൽ. അതായത് നമ്മളിപ്പോ സപ്പോസ് ഒരു മിനിറ്റ്, ഓക്കെ, ഇത് നോക്കൂ, ഫോട്ടോവോൾട്ടിക് സെല്ല്. അതായത് ഈ ഒരു സോളാർ പാനലിന്റെ ഓരോ സെല്ലും ഉണ്ടല്ലോ, ഈ ഓരോ സെല്ലിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളാർ സെൽ എന്ന് പറയുന്നത്. അതായത് ഓരോ യൂണിറ്റ്, ഏറ്റവും ചെറിയ യൂണിറ്റ് ഓഫ് ദിസ് സോളാർ പാനലിനെയാണ് നമ്മൾ സോളാർ സെൽ എന്ന് പറയുന്നത്. ഇനി കുറച്ചധികം സോളാർ സെല്ലുകൾ കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് യൂണിറ്റിനെ നമ്മൾ എന്ത് പറയുന്നു, സോളാർ മോഡ്യൂൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി സോളാർ മോഡ്യൂളിന്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള യൂണിറ്റിനെ നമ്മൾ സോളാർ പാനൽ എന്ന് പറയുന്നു. സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ മോഡ്യൂൾ ഒക്കെ ഏകദേശം ഒരേ കൺസെപ്റ്റിൽ തന്നെയാട്ടോ വരുന്നത്. മോഡ്യൂൾ അതായത് കുറച്ചധികം സെല്ല് ജോയിൻ ചെയ്തിട്ട് വരുന്നതാണ് സോളാർ മോഡ്യൂളും അതുപോലെ തന്നെ സോളാർ പാനലും. ഇനി കുറച്ചധികം സോളാർ പാനൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സോളാർ പാനൽസ് അല്ലെങ്കിൽ സോളാർ മോഡ്യൂൾസ് കൂടിയിട്ട് വരുന്നതാണ് നമ്മുടെ സോളാർ അറേ എന്ന് പറയുന്ന ഒരു ടേം. ഓക്കെ, സോ 3 ടെർമിനോളജീസ് ഉണ്ട്. ഒന്ന് സോളാർ സെല്ല്, പിന്നെ സോളാർ മോഡ്യൂള്, പിന്നെ സോളാർ അറേ. ഇനി കുറച്ചധികം സോളാർ അറേ വരുന്നതിന് നമ്മൾ സോളാർ ഫാം എന്നൊക്കെ വിളിക്കും കേട്ടോ. അതായത് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലൊക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ എയർപോർട്ട് റൺ ചെയ്യുന്നത് സോളാർ എനർജിയുടെ ബേസിസിലാണ്. സോ സോളാർ ഫാം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, സോളാർ പാനലും അറേയും സെയിം അല്ല കേട്ടോ. സോളാർ പാനൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താണ് ചെറിയ ഒരു യൂണിറ്റ് ആണ്. അറേ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ ഒരു ബ്രോഡർ യൂണിറ്റ് ആണ്. നമ്മൾ ഈ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, സൈസിൽ മാറ്റം എന്നല്ല. ഇപ്പൊ ഈ പിക്ചറിൽ നോക്കൂ, കുറച്ച് ഒരു 3 യൂണിറ്റ് അല്ലേ വരുന്നുള്ളൂ. ഈ 3 യൂണിറ്റ് വരുമ്പോൾ നമ്മളൊരു സോളാർ പാനൽ എന്ന് പറയും. അറേ എന്ന് വരുമ്പോൾ നോക്കൂ, ഒത്തിരി അധികം യൂണിറ്റ്സ് അല്ലേ. അതായത് അതിന്റെ നമ്പറിൽ വ്യത്യാസം വരും, സൈസിലല്ല വ്യത്യാസം വരാം, നമ്പറിലാണ് വ്യത്യാസം വരാം. ഓക്കെ, ഇവിടുന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്നല്ലേ. സോ ഈ സോളാർ സെല്ല് മോഡ്യൂൾ പാനൽ ആ ഒരു ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഞാനത് ഒന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, പിന്നീട് ഞാനത് ഇതിൽ PPT-ലോട്ട് ആഡ് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ അത് കിട്ടിയില്ല. ഞാൻ നെക്സ്റ്റ് ഡേ ഒന്നും കൂടെ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്ന്. ഓക്കെ, അതായത് ഒന്നുമില്ല, സോളാർ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ സോളാർ സെൽ എന്ന് പറയാം. മോഡ്യൂൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഇന്റർ കണക്റ്റഡ് സോളാർ സെൽസ്, സോളാർ സെല്ലുകൾ കൂടി ചേർന്നതാണ് നമ്മുടെ സോളാർ മോഡ്യൂൾ. അതായത് നമ്മളിപ്പോ നമ്മുടെ ചാപ്റ്ററൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ സിലബസ് തന്നെ എടുക്കാം. അതായത് ചെറിയൊരു ചാപ്റ്റർ ഒത്തിരി ചാപ്റ്റർ ചേർന്നത് ഒരു മോഡ്യൂള് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഒരു ചാപ്റ്റർ ആയിട്ട് എടുക്കാം ഒരു സെല്ലിനെ. കുറെ സെല്ലുകൾ വരുമ്പോൾ നമ്മൾ ഒരു മോഡ്യൂൾ എന്ന് പറയും. പിന്നെ കുറച്ചും കൂടെ കൂടുതൽ വരുമ്പോൾ നമ്മൾ ഒരു അറേ എന്ന് പറയും. ഓക്കെ, സോ ഇൻ ഷോർട്ട് നമ്മുടെ ഹയറാർക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സെൽ മേക്കപ്പ് ദ മോഡ്യൂൾ പാനൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോഡ്യൂൾസ് ഓർ പാനൽ ഫ്രം ആൻ അറേ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് സെന്റൻസിലായിട്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? സോളാർ സെല്ല്, സോളാർ മോഡ്യൂൾ, സോളാർ പാനൽ അറേ ക്ലിയർ അല്ലേ? ഓക്കെ,
നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് സോളാർ എനർജി. സോളാർ എനർജിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? അതൊരു റിന്യൂവബിൾ റിസോഴ്സസ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും റൺ ഔട്ട് ചെയ്ത് പോവില്ല. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് ഇക്കോ ഫ്രണ്ട്ലി ആണ്. അതായത് എൻവയോൺമെന്റിൽ കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കമ്പാരിറ്റീവ് ടു ദ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് മോർ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയാം. സസ്റ്റൈനബിൾ ആണ്. പിന്നെ സീറോ എമിഷൻസ് ആണ്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസോ അല്ലെങ്കിൽ മറ്റ് പൊല്യൂട്ടൻസോ ഒന്നും തന്നെ എമിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതൊക്കെയാണ് നമ്മുടെ അഡ്വാൻറ്റേജസ് ഓഫ് സോളാർ എനർജി പറയാം. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ടൈഡൽ എനർജി. എന്താണ് ടൈഡൽ എനർജി? ടൈഡൽ എനർജി എന്താ? ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്കറിയാലോ. വേവ്സ് അല്ലടാ, ടൈഡ്സ് ആൻഡ് വേവ്സ് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് ടൈഡ്സ് ആൻഡ് വേവ്സ് വരുമ്പോൾ വ്യത്യാസം? വേലിയേറ്റാണോ? ടൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേലിയേറ്റം, വേലിയിറക്കം എന്നൊക്കെ പറയും. വേവ്സ് അധികം വിൻഡിന്റെ ഇൻഫ്ലുവൻസിലാണ് വേവ്സ് ഉണ്ടാവുക. ടൈഡ്സ് ഉണ്ടാവുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസിന്റെ എനർജിന്ന് അല്ലെങ്കിൽ അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇതിൽ നിന്നുമാണ് നമ്മുടെ ടൈഡ്സ് ഉണ്ടാവുന്നത്. നമ്മുടെ ഇപ്പൊ വേലിയേറ്റം, വേലിയിറക്കം എന്നൊക്കെ പറയുന്നത്. വേവ്സ് വിൻഡിന്റെ ഇമ്പാക്ട് കൊണ്ട് ഉണ്ടാകുന്നതാണ് വേവ്സ്. അപ്പൊ നമ്മള് ഈ ടൈഡ്സിന്റെ എനർജി അഥവാ ഈ ടൈഡൽ എനർജി യൂസ് ചെയ്തിട്ട് നമ്മള് ഇലക്ട്രിസിറ്റീനെ ഹാർനസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതെന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ലല്ലോ. ഓക്കെ, വാട്ടെവർ. സോ നമ്മൾ ടൈഡൽ എനർജീനെ ഹാർനസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ ടൈഡൽ എനർജിയിൽ പറയുന്നത്. സോ ഇത് ഒരു 3 പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഏതൊക്കെ മെത്തേഡ്സിലാണ് നമുക്ക് ടൈഡൽ എനർജീനെ ഹാർനസ് ചെയ്യുക അല്ലെങ്കിൽ ടൈഡൽ എനർജീനെ ഉപയോഗിക്കുക എന്നുള്ളതിന്റെ ഒരു 3 മെത്തേഡ്സ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഏതൊക്കെ രീതിയിലാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. അതായത് ഫസ്റ്റ് വൺ ഈസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് ടൈഡൽ സ്ട്രീം എന്ന് പറയും. ഇതിനെ ടൈഡൽ സ്ട്രീം. പിന്നെ അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ടൈഡൽ ബാരേജ് എന്ന് പറയും. ടൈഡൽ ബാരേജ്. ജസ്റ്റ് നെയിം ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ടൈഡൽ സ്ട്രീം. ഇതെങ്ങനെയാണ് നമ്മൾ എനർജി ഹാർനസ് ചെയ്യുന്നതെന്നൊന്നും പഠിക്കണ്ട, ജസ്റ്റ് പേര് അറിഞ്ഞിരിക്കാം. അതായത് എങ്ങനെയാണ് നമ്മൾ ടൈഡൽ എനർജി ഉപയോഗിക്കുന്നതെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം മെത്തേഡ്സ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണമല്ലോ, അതിനു വേണ്ടിയിട്ട്. സോ ഒന്ന് ടൈഡൽ സ്ട്രീം, പിന്നെ ടൈഡൽ ബാരേജ്. ടൈഡൽ ബാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേലിയേറ്റം, വേലിയിറക്കൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കൊണ്ടുവന്നിട്ട് ഇമ്പോൺമെന്റ് കൊണ്ടുവന്നിട്ടൊക്കെ ഉള്ള സംഗതിയാണ്. പിന്നെ ടൈഡൽ ലഗൂൺ. നമ്മള് സീയില് തന്നെ ഒരു ചെറിയ ലഗൂൺ പോലെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ട് ടർബൈനൊക്കെ വെച്ചിട്ട് എനർജി ഹാർനസ് ചെയ്തെടുക്കുന്നതാണ് ടൈഡൽ ലഗൂൺ. സോ 3 മെത്തേഡ്സ് ആണ്. ഒന്ന് ടൈഡൽ സ്ട്രീം, ടൈഡൽ ബാരേജ്, ടൈഡൽ ലഗൂൺ. ഇത് 3 വഴിയാണ് നമ്മൾ ടൈഡൽ എനർജീനെ ഹാർനസ് ചെയ്തെടുക്കുക, അതായത് ഉപയോഗിക്കുന്നത്. ടൈഡൽ എനർജി യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടൈഡ്സ് എന്നാൽ ടൈഡ് എന്താണെന്നാണോ ചോദിച്ചേ? ടൈഡ്സ് ആണോ ക്വസ്റ്റ്യൻ? ഓക്കെ, ടൈഡ്സ് ആൻഡ് വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലടാ. ടൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിന്റെയും എർത്ത്, സൺ, മൂൺ ഗ്രാവിറ്റേഷൻ. ടൈഡ്സിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, റെഗുലർ റൈസ് ഓഫ് ഫാളിംഗ് സീ ലെവൽ. ടൈഡ്സ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ വേലിയേറ്റം, വേലിയിറക്കം എന്നൊക്കെ പറയും. റൈസ് ഓഫ് ഫാളിംഗ് സീ ലെവൽസിനെയാണ് നമ്മൾ ടൈഡ്സ് എന്ന് പറയാം. സോ ടൈഡ്സ് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
It is from the gravitational forces or gravitational pull of the moon and sun. അതായത് ഇതിപ്പോ നമ്മുടെ എർത്ത് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എർത്തിന് ചുറ്റും നമുക്ക് ഓഷ്യൻ ഉണ്ട്. സോ ഇപ്പൊ സപ്പോസ് നമ്മുടെ മൂൺ ഇവിടെയാണ് വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ മൂണാണ്. സോ മൂൺ ഇവിടെ വരുമ്പോ ഈ ഒരു പോർഷനിലുള്ള വാട്ടർ എന്താണ് ഇങ്ങനെ ഈ മൂണായിട്ട് എർത്തിന് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടല്ലോ. സോ ഈ ഏരിയയിലുള്ള വാട്ടർ ഇങ്ങനെ റൈസ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പൊ ഈ ഏരിയയിൽ ഹൈറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇപ്പൊ ഭൂമി കറങ്ങി 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 അടുത്ത സ്ഥലത്തേക്ക് വരിക. അപ്പൊ നമ്മുടെ മൂൺ ഇവിടെയാ വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? സോ മൂൺ ആൻഡ് എർത്ത് തമ്മിൽ ഒരു കണ്ടിന്യൂസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഗ്രാവിറ്റിയുടെ ഫലമായിട്ട് ഈ ഏരിയയിലുള്ള വാട്ടർ റൈസ് ചെയ്ത് വരും. അതാണ് ടൈഡ്സ്. ഇനി മൂൺ പോകുമ്പോൾ ആ ഏരിയയിലുള്ളത് എന്താണ് ലോ ലെവലിലേക്ക് വരും. അപ്പൊ ലോ ടൈഡ്സ് വരും. സോ ടൈഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ലൈക്ക് സ്പ്രിംഗ് ടൈഡ്, നീറ്റ് ടൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും നമ്മൾ അറിയണ്ട. ജസ്റ്റ് എന്താ ഈ 3 രൂപം ജസ്റ്റ് പറയാമോ? പേര് മാത്രം അറിഞ്ഞാൽ മതി. പേര് മാത്രം അറിഞ്ഞാൽ മതി. ഇത് നിങ്ങൾ പഠിക്കണ്ട, ഇത് ഡീപ്പായിട്ട് പഠിക്കണ്ട. ജസ്റ്റ് പേര് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ജസ്റ്റ് ഇത് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്ത. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇനി എന്താണ് ടൈഡൽ ലഗൂൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലേ? ടൈഡൽ ലഗൂൺ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ. അതുകൊണ്ട് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പിക്ചർ കൊടുത്താണ്. ഇതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ വർക്കിംഗ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് ടൈഡൽ സ്ട്രീം. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? അപ്പോ ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാടാ. ഓക്കെ മാം. ടൈഡൽ ബാരേജ്, ടൈഡൽ ലഗൂൺ, ഈ 3 നെയിംസ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഈ പിക്ചർ ഒന്നും പഠിക്കണ്ട. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഞാൻ പിക്ചർ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ടൈഡൽ സ്ട്രീം, ടൈഡൽ ബാരേജ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ, ഓ അതെന്താ സംഗതി എന്ന്. ഇതൊക്കെയാണ് ആ സംഗതി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തതാ. ഓക്കെ, സോ ടൈഡൽ എനർജി നമ്മൾ ഹാർനെസ് ചെയ്യുന്ന അഥവാ നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ആണ് ഈ പറയുന്ന ടൈഡൽ സ്ട്രീം, ടൈഡൽ ബാരേജ്, ടൈഡൽ ലഗൂൺ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ വിൻഡ് എനർജി. സോ വിൻഡ് എനർജി എന്താണ്? നമ്മൾ വിൻഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന എനർജി ആണല്ലേ വിൻഡ് എനർജി. അതായത് വിൻഡ് ഒരു കൈനറ്റിക് എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് വിൻഡ് എനർജിയിൽ വരുന്നത്. സോ വിൻഡ് എനർജിയിലായാലും നമുക്ക് എന്താണ് ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചു തരാം. ഓക്കെ ഫൈൻ. ഇതാണ് നമ്മൾ വിൻഡ് എനർജീനെ ഹാർവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ വിൻഡ് മില്ല്, തമിഴ്നാടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ വിൻഡ് മില്ല് കാണാലോ. യാ, തമിഴ്നാട്. സോ ഈ സംഗതിയാണ് നമ്മുടെ വിൻഡ് ടർബൈൻ അഥവാ വിൻഡ് മില്ലൊക്കെ പറയാ. ഓക്കെ, വിൻഡ് മില്ലാണ്. സോ ഇതിലിങ്ങനെ ടർബൈൻ ഉണ്ട്. നമ്മുടെ കാറ്റ് വരുന്നതിനനുസരിച്ച് ഈ സംഗതി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡൈനാമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കാറ്റ് വരുന്നതിന്റെ രീതിയിൽ എന്താണ് കൈനറ്റിക് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അതാണ് വിൻഡ് എനർജിയിൽ പറയാം. ഓക്കെ, കൈനറ്റിക് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വിൻഡ് എനർജി. ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഒത്തിരി ഡിസ്കസ് ചെയ്യണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോ എനർജി. ഹൈഡ്രോ എനർജിയിൽ ഏതായിരിക്കും വരിക? നിങ്ങൾ പറയൂ. ഹൈഡ്രോ എനർജിയിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജീനെ കൈനറ്റിക് എനർജി ആക്കി ദെൻ അഗെയിൻ പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കണം. ഇതാണ് യെസ് വാട്ടർ. ഡാമിലൊക്കെ അല്ലെ? യെസ് യെസ് എക്സാക്ട്ലി. ഡാമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോ എനർജി വെച്ചിട്ട്. അതായത് വെള്ളം ഇങ്ങനെ ഒരു വലിയ ഹൈറ്റിൽ നിന്ന് നമ്മളിങ്ങനെ താഴത്തോട്ട് എന്താണ് ഫ്ലോ ചെയ്യാനായിട്ട് അലോ ചെയ്തിട്ട് അവിടെ ഒരു ടർബൈൻ ഉണ്ടാവും. ടർബൈൻ കറങ്ങിയിട്ട് എന്താണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഡാമിലൊക്കെ നടക്കുന്ന സംഗതി. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ ബയോമാസ് എനർജി. ബയോമാസ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് സ്ലൈഡാ. ഓക്കെ ഓക്കെ. കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി.
സോ വാട്ടർ ഫ്ലോ വരുമ്പോൾ നമ്മുടെ ടർബൈൻസ് കറങ്ങി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ആണ് ആൻഡ് ഓൾസോ ചീപ്പസ്റ്റ് ആണ്. വിൻഡിന്റെ സ്ലൈഡും കാണിക്കാം. ഓക്കെ, ഇതാണ് വിൻഡ് എനർജി. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ബയോമാസ് ആണ്. ബയോമാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് നമ്മൾ ഹാർനസ് ചെയ്യുന്ന എനർജിയാണ് നമ്മുടെ ബയോമാസ് എനർജി. കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മള് ഇപ്പൊ മൂവ് ചെയ്യില്ലേ, മൂവ്മെന്റിൽ ഉണ്ടാവുന്ന എനർജീനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയാം. ഓക്കെ, മൂവ്മെന്റ് ടൈമിൽ കോസ് ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഓക്കെ, ബയോമാസ് എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവിങ് തിങ്സിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന എനർജിയാണ് നമ്മുടെ ബയോമാസ് എനർജി എന്ന് പറയുന്നത്. അതായത് ഓർഗാനിക് മാറ്ററിൽ നിന്നൊക്കെ. ബയോമാസ് എനർജിയുടെ എക്സാമ്പിൾ ആർക്കെങ്കിലും അറിയോ? ബയോമാസ് എനർജി നമ്മുടെ ബയോഡീസൽ, ഏതാടാ, ബയോഡീസൽ പോലുള്ള സാധനങ്ങളൊക്കെയാണ് ബയോമാസ് എനർജിയിൽ വരുന്നത്. അതായത് നമ്മൾ ഈ ലിവിങ് തിങ്സിൽ നിന്ന് ഡീസൽ പ്രൊഡ്യൂസ് ചെയ്യും. ഐഎസ് ബയോഗ്യാസ്, ആ കാര്യങ്ങളൊക്കെ ബയോമാസ് എനർജിയിൽ വരുന്നതാണ്. ഓക്കെ, യെസ്. സോ ബയോമാസ് എനർജിയുടെ ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞത്. നമ്മൾ ഡയറക്റ്റ് കമ്പേഷൻ നടത്തി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അനേറോബിക് ഡൈജഷനിലാണ് നമ്മൾ ഈ പറയുന്ന ബയോഗ്യാസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ വരുന്നത്. പിന്നെ ഗ്യാസിഫിക്കേഷൻ, പിന്നെ ബയോഫ്യൂൽസ്, ഈ പറഞ്ഞ പോലെ ബയോഡീസല്, എത്തനോള്, ആ വക സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബയോമാസ് എനർജിയിൽ നിന്നാണ്. നെക്സ്റ്റ് ഈസ് ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജിയോ തെർമൽ, ജിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് ടു എർത്ത്, തെർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് ടു ഒന്ന് ജസ്റ്റ് വിശദീകരിക്കാം. ഏതാണ്? തൊട്ടുമുമ്പത്തെ സ്ലൈഡില്ലേ? തൊട്ട് മുന്നത്തെ സ്ലൈഡോ? ഓക്കെ, ഇതില് എന്താണ് ഇതിന്റെ ബയോമാസ് എനർജിയുടെ ആപ്ലിക്കേഷൻസ്? അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബയോമാസ് എനർജി എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ ഡയറക്റ്റ് കമ്പേഷൻ വഴി നമ്മൾ സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി ടർബൈൻ കറക്കിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് കമ്പേഷനിൽ വരുന്നത്. പിന്നെ അനേറോബിക് ഡൈജഷൻ എന്ന് പറയുന്നത്, അതായത് അനേറോബിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത ഡൈജഷനെയാണ് നമ്മൾ അനേറോബിക് ഡൈജഷൻ എന്ന് പറയാം. സോ ഇതില് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ബയോഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്നത്? അനേറോബിക് ഡൈജഷൻ വഴിയാണ്. നെക്സ്റ്റ് ഇസ് ഗ്യാസിഫിക്കേഷൻ. അത് ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൊക്കെയാണ് നമ്മൾ ഈ ഗ്യാസിഫിക്കേഷൻ പോലുള്ള സാധനങ്ങളൊക്കെ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഗ്യാസിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ് ഇസ് ബയോഫ്യൂൽസ്. നമ്മുടെ ഈ ബയോഡീസൽ, ബയോ എത്തനോള് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്താണ് ലിവിങ് തിങ്സ്, അതായത് ഷുഗറിന്റെ ഫെർമെന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്രോപ്സ് ലൈക്ക് കോൺ, ഷുഗർ കെയിൻ, അതിന്റെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന യൂസ് ചെയ്തിട്ട് ബയോഡീസൽ അല്ലെങ്കിൽ ബയോ എത്തനോൾ ഒക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ബയോഫ്യൂൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അനേറോബിക് ഡൈജഷനിലാണ് നമ്മുടെ ഈ ബയോഗ്യാസ് പറയുന്നത്. ഓക്കെ, ബയോഗ്യാസ് ഒക്കെ അനേറോബിക് ഡൈജഷൻ ആണ്. സോ ജിയോ തെർമൽ എനർജി എന്ന് പറയുമ്പോൾ ജിയോ മീൻസ് റിലേറ്റഡ് ടു എർത്ത് ആണ്. തെർമൽ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ഹീറ്റ് ആണ്. സോ നമ്മുടെ എർത്തിന്റെ അടിയിൽ നിന്ന് അല്ലെങ്കിൽ എർത്തിന്റെ ഉള്ളിൽ നിന്ന് ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. സോ എർത്തിന്റെ ഇന്നർ കോറിൽ നിന്ന് എങ്ങനെയാണ് ഹീറ്റ് എനർജി നമ്മൾ ഹാർനസ് ചെയ്യുക അറിയോ? അതായത് ഈ ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ ഇല്ലേ, അതായത് ചില സ്ഥലങ്ങളിൽ നിന്ന് ഹോട്ട് സ്പ്രിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിന്റെ അടിയിൽ നിന്ന് ചൂടുള്ള വെള്ളം വരുന്ന ഏരിയ, അതൊക്കെ കേട്ടിട്ടുണ്ടോ? ഹോട്ട് സ്പ്രിങ്സ് അതായത് എർത്തിന്റെ ഉള്ളില് ഹലോ, അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ ഒക്കെ അല്ലേ? ആ അതെ. ഹോട്ട് സ്പ്രിങ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ എർത്തിന്റെ ഉള്ളില് നമുക്കറിയാലേ, എർത്തിന്റെ ഇന്റീരിയറിൽ
നമ്മുടെ മാൻഡിൽ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അവിടെ മാഗ്മ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഹീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് എർത്തിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കൂടി വരും. ഓക്കെ, അതെ, ലാർവയുള്ള പ്ലേസ് ഒക്കെ. സോ ടെമ്പറേച്ചർ കൂടി വരും. സോ ആ ടെമ്പറേച്ചർ കൂടിയ റീജിയനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സക്ഷൻ പൈപ്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ആ എനർജി പുറത്തോട്ട് എടുക്കും. അങ്ങനെ നമ്മൾ എന്താണ് ഒരു ടർബൈൻ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി, ഒരു ജനറേറ്റർ ഒക്കെ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. അതായത് എർത്തിന്റെ ഇന്നർ കോറിൽ നിന്ന് നമ്മൾ എനർജി ജനറേറ്റ് ചെയ്യുന്നതിനാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. സോ ഈ പടം ഒന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. അതായത് നമ്മുടെ മാൻഡിൽ റീജിയൻ, ഈ പടത്തിൽ കണ്ടോ ഒരു റെഡ് പോർഷൻ, മാൻഡിൽ റീജിയൻ. അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. സോ അതിന്റെ മുകളിൽ ഉണ്ടാകുന്നത് നല്ല ഹോട്ട് വാട്ടർ ആയിരിക്കും. സോ ആ വാട്ടർ എല്ലാം നമ്മൾ പമ്പ് ചെയ്തിട്ട് പുറത്തോട്ട് എടുത്ത് എനർജി ഹാർനസ് ചെയ്യുന്നതിനാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് റിന്യൂവബിൾ എനർജീസിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് റീപ്ലെനിഷ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സോസ്റ്റ് ചെയ്ത് പോവാത്ത എനർജീസിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയാം. സോ ഈ എല്ലാ എനർജീസിന്റെയും വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇക്കോ ഫ്രണ്ട്ലി ആണ്, സസ്റ്റൈനബിൾ ആണ്, പിന്നെ ലോ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒട്ടും തന്നെ കോസ് ചെയ്യുന്നതായിരിക്കില്ല. സോ അതിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് നമ്മുടെ സോളാർ എനർജി, പിന്നെ വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, ടൈഡൽ എനർജി, ബയോമാസ് എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് എനർജി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എനർജീസിനാണ്. സോ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? റിന്യൂവബിളിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അതായത് വൺസ് നമ്മൾ ഒത്തിരി എന്താണ് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗെറ്റ് ഇവഞ്ച്വലി അത് ഡിപ്ലീറ്റ് ചെയ്ത് പോവാൻ സാധ്യതയുള്ള എനർജി റിസോഴ്സസിനെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയാം. വൺസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി എന്താണ് പെട്ടെന്നൊന്നും നമുക്കതിനെ റിപ്ലെനിഷ് ചെയ്ത് അല്ലെങ്കിൽ റീഗെയിൻ ചെയ്ത് എടുക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് എനർജീസ് ആണ് നമ്മുടെ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസിൽ വരിക. സോ അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഈ കോള് കാര്യങ്ങളൊക്കെ. സോ ഓക്കെ, ഇതിൽ നോക്കാം. ലൈക് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത് നാച്ചുറൽ എനർജി റിസോഴ്സസ് ആണ് വിച്ച് ആർ ലിമിറ്റഡ് ഇൻ ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ? ലിമിറ്റഡ് ഇൻ ക്വാണ്ടിറ്റീസ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് കനോട്ട് ബി റീപ്ലേസ്ഡ് അല്ലെങ്കിൽ റീപ്ലെനിഷ്ഡ് ബൈ നാച്ചുറൽ മീൻസ്. അതായത് ഹ്യൂമൻ കൺസപ്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി ഇറ്റ് ക്യാൻ ബി ഗെറ്റ് എന്താണ് എക്സോസ്റ്റ് ആയി പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ വൺസ് ഇറ്റ് ഗെറ്റ് എക്സോസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് മില്യൺ ഓഫ് ഇയേഴ്സ് ടു തിരിച്ച് അതിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് മില്യൺ ഓഫ് ഇയേഴ്സ് എടുക്കും. ഓക്കെ, അതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഓഫ് എനർജീസിൽ പറയാം. സോ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ എക്സാമ്പിൾ എന്തെങ്കിലും അറിയോ? പറയാമോ? പെട്രോള്, യെസ്, അതൊക്കെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ മെയിൻ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. കോൾ, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി, ഫോസിൽ ഫ്യൂവൽസ്, അതൊക്കെയാണ് നമ്മുടെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഓഫ് എനർജി. സോ ഈ സ്ലൈഡ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. ആ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിന്റെ പല നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് ഈ കോള്. കോളിന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ കണ്ടന്റിന്റെ അളവനുസരിച്ച് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. സോ കോള്, പിന്നെ പെട്രോളിയം, പിന്നെ നെക്സ്റ്റ് വൺ ഈസ് നാച്ചുറൽ ഗ്യാസ്. ഈ മൂന്ന് സംഗതികൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. സോ നെക്സ്റ്റ് ഇസ് ന്യൂക്ലിയർ ഫ്യൂവൽസ്. ന്യൂക്ലിയർ ഫ്യൂവൽസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടെ ഫെമിലിയർ ആയിരിക്കില്ല അല്ലേ? ന്യൂക്ലിയർ ഫ്യൂവൽസ് ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഓഫ് എനർജി ആണ്. കാരണം എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ ഫ്യൂവൽസ് ഒരു നോൺ റിന്യൂവബിൾ ആവുന്നത്? ന്യൂക്ലിയർ ഫ്യൂവൽസ്, യെസ്, ന്യൂക്ലിയർ ഫ്യൂവൽസും ലിമിറ്റഡ് ആണല്ലേ? നമ്മളിപ്പോ ന്യൂക്ലിയർ ആക്സിഡൻസിന്റെ കാര്യം പറഞ്ഞപ്പോ അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജിയുടെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ ഏതാണ്? യുറേനിയം പോലുള്ള റോ മെറ്റീരിയൽസ് ആണ്. ഈ യുറേനിയം പോലുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നാച്ചുറലി എർത്തിൽ ഉള്ള റോ മെറ്റീരിയൽ ആണ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സോ അതിന്റെയും നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അതെല്ലാം ഡിപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അതാണ്
ന്യൂക്ലിയർ എനർജിയിൽ പറയുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? നമ്മുടെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഓഫ് എനർജി പറഞ്ഞതില് ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഓക്കെ, എന്നാ ഒരു ക്വസ്റ്റ്യൻ, ഒറ്റയ്ക്ക് ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓ സോറി. ജസ്റ്റ് എ മിനിറ്റ്. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തേണ്ട് സാരില്ല. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ആൻസർ ചെയ്യാൻ നോക്ക്. വിച്ച് ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ് റിക്വയർസ് എ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഫ്യുവൽ ടു ജനറേറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി? thermal power plant, hydroelectric plant, nuclear power plant, diesel plant. Nuclear power plant ആണ് അതിന്റെ ആൻസർ. യെസ്, എക്സാക്ട്ലി. സോ ഇതോടുകൂടി നമ്മുടെ ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് അതുപോലെ തന്നെ എനർജി റിസോഴ്സസ് എന്നുള്ള പോർഷൻ തീർന്നു കേട്ടോ. ഇതിന്റെ PYQs നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. എന്താ ഇതിന്റെ റെക്കോർഡ് കിട്ടുമോ? ഇല്ല, ഇതിന്റെ റെക്കോർഡഡ് ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ പ്രോ ബാച്ചിലുള്ളവർക്ക് ഈ ക്ലാസ്സുകളൊന്നും കിട്ടണില്ല, അതാ പ്രശ്നം. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നുക, ഫോണ് മൊത്തം നിറയുന്നുണ്ട്. ഓ പക്ഷെ ഇതൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. അതെ, പ്രോ ബാച്ചിലുള്ളവർക്ക് ഈ വീഡിയോ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഇല്ല എനിക്ക് കിട്ടുന്നുണ്ട്. ടൈം മാറ്റിയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലോ. 5:30 ആയപ്പോഴാണ് ഇത് കിട്ടൂലെന്ന് ഒരു ആദ്യം സ്ലൈഡ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഓക്കെ കാരണം ഓക്കെ നമുക്ക് പിന്നെ റെഫറൻസിനും വായിക്കുകയാണെങ്കിലല്ലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. പിന്നെ ഈ ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമ്പോൾ ഫോണ് മൊത്തം നിറയുക. ഓക്കെ. ഇത് നമ്മുടെ ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള PDF എന്നൊക്കെ തന്നെയാണ് കേട്ടോ ഇത് എടുത്തേക്കുന്നത്. പിന്നെ എന്നാലും എക്സ്ട്രാ നമുക്കത് ആയിട്ട് ഒന്നായിട്ട് വായിക്കാൻ ഇനിയിപ്പോ പറ്റൂലല്ലോ. അപ്പം ഇങ്ങനത്തെ സ്ലൈഡുകളാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി കേച്ചപ്പ് ചെയ്യാൻ പറ്റും. മറ്റേതിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വായിച്ചുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ സംസാരിക്കാം എന്തായാലും. ഒന്ന് വിശദീകരിക്കുവോ? ഏറ്റവും ഈ കൂടുതൽ ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യോ? എന്തുകൊണ്ടാണ് നമുക്ക് ചെറിയ ബിറ്റ് കൺഫ്യൂഷൻ ഉണ്ടായി, അതുകൊണ്ടാണ്. എന്താണ് ഇതിൽ കൺഫ്യൂഷൻ വരാൻ കാരണം തോന്നിയത്? എന്താണ് മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ എന്ന് ഉദ്ദേശിച്ചതാണോ? അതായത് ന്യൂക്ലിയർ പവർ കാരണം പ്ലാന്റ്. നമുക്ക് ഏതൊരു സാധനത്തിനും മിനിമം ക്വാണ്ടിറ്റി വെച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ലാർജ് എമൗണ്ട്. അപ്പൊ അതൊരു കൺഫ്യൂഷൻ ആയത് ചോദിക്കാൻ കാരണം. അത് ബൈ മാസിലാണ് നമ്മൾ പറയുന്നത് മിനിമം ക്വാണ്ടിറ്റിന്ന്. അതായത് ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ യുറേനിയം പോലുള്ള എന്താണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മിനിമം ക്വാണ്ടിറ്റിയിൽ എന്താണ് ഒരു ലാർജ് എമൗണ്ട് ഓഫ്, നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്താണ്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ റിയാക്ഷനിൽ പോലും എന്താണ് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ന്യൂക്ലിയർ ആക്സിഡൻസ് ഒക്കെ ഇത്ര ഡേഞ്ചറസ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? യാ, അപ്പോ അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യന്റെ കാര്യം അങ്ങനെ. പിന്നെ ഏതാണ് ഫസ്റ്റ് സ്ലൈഡ് എന്ന് ഉദ്ദേശിച്ചത്? ഇന്നത്തെ സ്ലൈഡിന്റെ തുടക്കമാണോ അതോ ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് സ്ലൈഡ് ആണോ? ഏതാണ് ഫസ്റ്റ് സ്ലൈഡ് കാണിക്കുമെന്ന് ഒരാൾ ചോദിച്ചിരുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങിയതാണെങ്കിൽ സെസമിക് സോൺസി എന്നാണ് തുടങ്ങിയത്. അതാണോ ഉദ്ദേശിച്ചത്? നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി 6 മണിക്ക് നെക്സ്റ്റ് ക്ലാസ് ഇല്ലേ? സോ ആരോ ഫസ്റ്റ് സ്ലൈഡ് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണേ. അത് മാറ്റിയിട്ടുണ്ട്. മാറ്റിയോ? ഓ
മാറ്റി വെച്ചല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഇനി നമുക്ക് എൻവയോൺമെന്റൽ പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഹസാർഡ് ഡിസാസ്റ്റേഴ്സ്, എനർജി റിസോഴ്സസ് എന്നുള്ള ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എൻവയോൺമെന്റൽ കൺസർവേഷൻ എഫേർട്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ലോസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, പ്രോട്ടോകോൾസ്, ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ പെൻഡിങ് ആണ്. അത് നമുക്ക് കവർ ചെയ്യണം. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇനി ഏതെങ്കിലും സ്ലൈഡ് കാണിക്കേണ്ടതായിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു കേട്ടോ. ശരി, എന്നാ നെക്സ്റ്റ് കാണാം.